ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ EVS സബ്ജക്റ്റിൽ വരുന്ന 7ാമത്തെ പാഠമാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് നോ ദി ഡയറക്ഷൻ നോ അവർ ഹോംലാൻഡ് എന്നാണ്. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അത് കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് ഫോർ EVS നോക്കിയാൽ കാണാവുന്നതാണ്. സോ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡയറക്ഷൻസിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. എത്ര ഡയറക്ഷൻസ് ഉണ്ട്? 4 ഡയറക്ഷൻസ് ആണ്. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് എന്നിങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്കറിയോ സൂര്യൻ ഏത് ഡയറക്ഷനിലാണ് റൈസ് ചെയ്യുന്നതെന്ന്, ഉദിക്കുന്നതെന്ന്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഈസ്റ്റിലാണ്. സോ ഇവിടെ നമുക്ക് let us mark the directions. We have already found out the directions of different objects in our classroom. Let us draw a sketch of the classroom. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അവിടെയുള്ള ക്ലാസ് റൂമിലുള്ള എല്ലാ സാധനങ്ങളുടെയും ഒബ്ജക്റ്റുകളുടെയും ഡയറക്ഷൻസ് നിങ്ങൾ നോക്കിയോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് നിങ്ങളെ ക്ലാസ് റൂമിൻ്റെ ഒരു സ്കെച്ച് വരയ്ക്കാൻ. ഹൗ ആർ ദി ഡയറക്ഷൻസ് മാർക്ക്ഡ് വെൻ യു മേക്ക് എ സ്കെച്ച്? നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ സ്കെച്ച് തയ്യാറാക്കിയപ്പോൾ എങ്ങനെയാണ് ഡയറക്ഷൻസ് മാർക്ക് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. താഴത്തെ ബോക്സിൽ നോക്കിക്കേ. സ്റ്റാൻഡ് ഫേസിങ് ദി നോർത്ത്. നോർത്തിനെ ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുക. പ്ലേസ് ദ പേപ്പർ ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻസ് ആൻഡ് മാർക്ക് ഓൾ ദി 4 ഡയറക്ഷൻസ്. പേപ്പർ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വെച്ചിട്ട് അതിലുള്ള സ്കെച്ചിലുള്ള നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ സ്കെച്ച് വരച്ച പേപ്പറിലുള്ള എല്ലാ ഒബ്ജക്റ്റിൻ്റെയും ഡയറക്ഷൻസ് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. വൈൽ ഡ്രോയിങ് ദി സ്കെച്ച് ഓൺ പേപ്പർ മാർക്ക് ദി നോർത്ത് ഓൺ ദി ടോപ്പ് സൈഡ് ഓഫ് ദി പേപ്പർ, സൗത്ത് ഓൺ ദി ബോട്ടം സൈഡ്, ഈസ്റ്റ് ഓൺ ദി റൈറ്റ് സൈഡ് ആൻഡ് വെസ്റ്റ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്. നിങ്ങൾ സ്കെച്ച് വരയ്ക്കുന്ന പേപ്പറിൻ്റെ മുകളിലത്തെ ഭാഗം നോർത്ത് എന്നും താഴത്തെ ഭാഗം സൗത്ത് എന്നും ലെഫ്റ്റ് സൈഡ് വെസ്റ്റ് എന്നും റൈറ്റ് സൈഡ് ഈസ്റ്റ് എന്നും അടയാളപ്പെടുത്തുക. അതായത് ഇവിടുത്തെ കോളത്തിൽ ഈ ഒരു ചിത്രം തന്നിട്ടില്ലേ, ആ ചിത്രത്തിൽ ഉള്ളതുപോലെ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിലുള്ള എല്ലാ ഒബ്ജക്റ്റിൻ്റെയും ഡയറക്ഷൻസ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾ ക്ലാസ് റൂമിൻ്റെ സ്കെച്ച് വരയ്ക്കുമ്പോൾ നിൻ്റെ ക്ലാസ് റൂമിൽ എന്തൊക്കെ ഉണ്ടാവും? വിൻഡോ, ജനാലകൾ, ബ്ലാക്ക് ബോർഡ്, വാതിൽ, ഡെസ്ക്, ബെഞ്ച് എന്നിങ്ങനെയുള്ള ഒബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ? സോ സ്കെച്ച് വരയ്ക്കുമ്പോൾ ഇതൊക്കെ ഏത് സിമ്പിള്? ഇതിനൊക്കെ ഇവിടുത്തെ ഈ ഒരു സിമ്പിളുകൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബ്ലാക്ക് ബോർഡിനും വിൻഡോയ്ക്കും ഡോറിനും ഡെസ്ക്, ബെഞ്ച് എന്നിവയ്ക്കൊക്കെ ഇവിടെ സിമ്പിളുകൾ തന്നിട്ടുണ്ട്. സോ ഇതുപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ഒരു സ്കെച്ച് വരയ്ക്കുക. ആക്ടിവിറ്റി നോക്കിക്കേ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നിങ്ങളടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചിത്രം നിരീക്ഷിച്ചേ. ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്കൂളുണ്ട്, ലൈബ്രറി, പോസ്റ്റ് ഓഫീസ്, അഹാനാസ് ഹൗസ്, റേഹൻസ് ഹൗസ്, ഹോസ്പിറ്റൽ, അങ്ങനെ ഒരുപാട് ഗ്രോസറി ഷോപ്പ്, ഒരുപാട് കാര്യങ്ങൾ ഈ പിക്ചറിൽ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൻ്റെ മുകളിലത്തെ ഭാഗത്ത് നോക്കിക്കേ, ഒരു സിമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഡയറക്ഷൻസ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം നോർത്ത്, താഴെ ഭാഗം സൗത്ത്, ലെഫ്റ്റ് സൈഡ് വെസ്റ്റ്, റൈറ്റ് സൈഡ് ഈസ്റ്റ് എന്നിങ്ങനെ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ ഒരു സിമ്പിൾ നോക്കിയിട്ടാണ്, ആ ഈ ഡയറക്ഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ താഴെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ചെയ്യേണ്ടത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓരോ ചോദ്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി സ്കൂൾ ഈസ് ലൈബ്രറി? സ്കൂളിൻ്റെ ഏത് ഡയറക്ഷനിലാണ്, ഏത് ദിശയിലാണ് ലൈബ്രറി ഉള്ളത്? സോ ആദ്യം നിങ്ങൾ സ്കൂൾ കണ്ടില്ല, ഈ യെല്ലോ കളറിലുള്ള അതാണ് സ്കൂൾ. ആ സ്കൂളിൻ്റെ ഏത് ഡയറക്ഷനിലാണ് ലൈബ്രറി എന്നുള്ളതാണ്. സ്കൂളിൻ്റെ താഴ് ഭാഗത്താണല്ലോ ലൈബ്രറി ഉള്ളത്. താഴ് ഭാഗം എന്ന് പറയുന്നത് സൗത്ത് അല്ലേ? സോ നമ്മുടെ ആൻസർ സ്കൂളിൻ്റെ സൗത്ത് ഡയറക്ഷനിലാണ് ലൈബ്രറി ഉള്ളത്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി പോസ്റ്റ് ഓഫീസ് ഈസ് ലൈബ്രറി? പോസ്റ്റ് ഓഫീസിൻ്റെ ഏത് ദിശയിലാണ്, ഏത് ഡയറക്ഷനിലാണ് ലൈബ്രറി വരുന്നതെന്നാണ്. സോ ആദ്യം നിങ്ങൾ പിക്ചറിൽ എവിടെയാണ് പോസ്റ്റ് ഓഫീസ് എന്ന് നോക്കിക്കേ. പോസ്റ്റ് ഓഫീസ് ഈ റെഡ് കളറിൽ കാണുന്നതാണല്ലോ പോസ്റ്റ് ഓഫീസ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലൈബ്രറി ഉള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് വെസ്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ വെസ്റ്റ്.
മൂന്നാമത്തത് ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് അഹാന ആൻഡ് റാഹൻ ട്രാവൽ ടു റീച്ച് ദി ഹോസ്പിറ്റൽ ഫ്രം ദെയർ ഹൗസ്. റാഹനും അഹാനയും അവരുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റൽ എത്താൻ വേണ്ടിയിട്ട് ഏത് ഡയറക്ഷനിലേക്കാണ് യാത്ര ചെയ്യേണ്ടത്? നിങ്ങൾ അവരുടെ വീട് കണ്ടില്ലേ? അഹാനയുടെയും റാഹൻ്റെയും വീട് ഇതാണ്. അവർ ഏത് ഡയറക്ഷനിലേക്കാണ് പോവേണ്ടത്? റൈറ്റിലേക്കാണ്. റൈറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. സോ നമ്മുടെ ആൻസർ ഈസ്റ്റ്. സിമ്പിളായിട്ട് കിട്ടിയില്ലേ? അടുത്ത ചോദ്യം ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് റാഹൻസ് ഹൗസ് ഈസ് ദി സ്കൂൾ? റാഹൻ്റെ ഹൗസിൻ്റെ ഏത് ഡയറക്ഷനിലാണ് സ്കൂൾ ഉള്ളത്? റാഹൻ്റെ വീടിൻ്റെ മുകളിലായിട്ടാണല്ലോ സ്കൂൾ വരുന്നത്, അതുകൊണ്ട് നോർത്താണ് ഡയറക്ഷൻ വരുന്നത്, നോർത്ത്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി സ്കൂൾ ഈസ് ഹോസ്പിറ്റൽ? സ്കൂളിൻ്റെ ഏത് ഡയറക്ഷനിലായിട്ടാണ് ഹോസ്പിറ്റൽ വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈസ് ഇറ്റ് എക്സാക്ട്ലി ഓൺ ദി ഈസ്റ്റ്? അത് കറക്റ്റായിട്ട് ഈസ്റ്റിൽ തന്നെയാണോ വരുന്നത് എന്നാണ്. കറക്റ്റ് ഈസ്റ്റിൽക്കല്ല വരുന്നത്, ഈസ്റ്റിൻ്റെയും സൗത്തിൻ്റെയും ഇടയിലായിട്ടാണല്ലോ വരുന്നത്. കറക്റ്റ് ഇടത് ഭാഗത്തോട്ടുമല്ല, കറക്റ്റ് താഴേക്കുമല്ല, രണ്ടിൻ്റെയും ഇടയിലാണ്. സോ നമ്മൾ ഈ ഒരു ഇതിന് പറയുക സൗത്ത് ഈസ്റ്റ് എന്നാണ്. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ആ ബ്ലാക്കിൽ തന്നിട്ടില്ലേ ആ ഡയറക്ഷൻസിൻ്റെ സിമ്പിൾ നോക്കിക്കേ, അതിലുണ്ട് ഈസ്റ്റിൻ്റെയും സൗത്തിൻ്റെയും ഇടയിലായിട്ടാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് എന്നാണ് പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചേക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ഈസിയുമാണ്. സോ നിങ്ങൾക്ക് ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചിട്ട് സ്വന്തമായിട്ട് ഡയറക്ഷൻസ് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നൂൽപ്പുഴ പഞ്ചായത്തിൻ്റെ ഒരു മാപ്പാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഡയറക്ഷൻസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബ്ലാക്കിൽ, അത് ശ്രദ്ധിക്കുക. ഇവിടെ സൈഡിൽ ബോക്സിൽ ഒരുപാട് സിമ്പിൾസ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബൗണ്ടറി, വാർഡ് ബൗണ്ടറി, പഞ്ചായത്ത് റോഡ്, നാഷണൽ ഹൈവേ, റിവർ, പാഡി ഫീൽഡ്, സ്കൂൾ, ഹോസ്പിറ്റൽ, പഞ്ചായത്ത് ഓഫീസ്, പ്ലേ ഗ്രൗണ്ട്, പോണ്ട്, ഫോറസ്റ്റ് എന്നിവയൊക്കെ തന്നിട്ടുണ്ട്. സോ ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാം ഇതിലുള്ള ഓരോ സിമ്പിൾസും നമുക്ക് കാണാം. ഇതിലൊരു ബ്ലാക്ക് കാണാം. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ ഒരു സ്റ്റേറ്റ് ബൗണ്ടറി ഉണ്ട് എന്ന്. ഇനി സ്കൂളിന് എന്താണ് ഒരു റെഡ് കളറിലുള്ള ആ ഒരു സിമ്പിളാണ്. നോക്കിക്കേ, ഒരുപാട് സ്കൂളുകൾ ഈ ഒരു മാപ്പിൽ വരുന്നുണ്ട്. ഫോറസ്റ്റ് ഉള്ളത് എന്താണ്? ഈ ഗ്രീൻ കൊടുത്തത്, സൈഡിലൂടെ ഗ്രീൻ കൊടുത്തില്ലേ, അതൊക്കെ ഫോറസ്റ്റ് ആണ്. ബ്ലൂ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു റിവർ വരുന്നുണ്ട്. സോ സിമ്പിൾസ് അതാണ് സൂചിപ്പിക്കുന്നത്. ഈ മാപ്പിൻ്റെ ഉള്ളിൽ സിമ്പിൾസ് മാത്രമാണുള്ളത്. ആ സിമ്പിൾസുകൾ ഏതിൻ്റെതാണെന്നാണ് ബോക്സിൽ തന്നിട്ടുള്ളത്. സോ ആ സിമ്പിൾസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. സ്കൂളിൻ്റെ സിമ്പിൾ കാണുമ്പോൾ അവിടെ ഒരു സ്കൂൾ ഉണ്ട്, റിവറിൻ്റെ ബ്ലൂ കാണുമ്പോൾ അവിടെ റിവറാണ്, അത് ഗ്രീന് കാണുമ്പോൾ അത് ഫോറസ്റ്റ് ആണെന്നൊക്കെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇത് കേരളത്തിലുള്ള നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മാപ്പാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ബോർഡർ കടന്നു പോകുന്നത് തമിഴ്നാടിലേക്കും കർണാടകയിലൂടെയും ആണ്. ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട്. ദർ ആർ 17 വാർഡ്സ് ഇൻ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡുകളാണ് ഉള്ളത്. വിച്ച് ആർ ദി വാർഡ്സ് ദാറ്റ് ഹാവ് സ്കൂൾ? ഏതൊക്കെ വാർഡ്സിനാണ് സ്കൂളുകൾ ഉള്ളത് എന്നാണ് ചോദിച്ചത്. ഇതിൽ ഏതൊക്കെ വാർഡിലാണല്ലോ സ്കൂൾ വരുന്നതെന്നാണല്ലോ ചോദിച്ചത്. ആദ്യം നിങ്ങൾ സ്കൂളിൻ്റെ സിമ്പിൾ ഏതാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ 17 വാർഡുകളാണെന്ന് തന്നിട്ടുണ്ട്. ഓരോ വാർഡിൻ്റെയും നമ്പർ ഇട്ടിട്ടുണ്ട്. ഓരോ വാർഡിൻ്റെയും ബൗണ്ടറി, അതിരുകൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ലൈന് കൊണ്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതും നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. വാർഡ് ബൗണ്ടറി എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ലൈന് തന്നിട്ടുണ്ട്. സോ വാർഡ് 17 സ്കൂൾ കാണാം. പിന്നെ നമുക്ക് വാർഡ് 16 കാണാം, വാർഡ് 14 വാർഡ് 6 വാർഡ് 8 വാർഡ് 10 സോ ഇത്രയും വാർഡുകളിലായിട്ടാണ് സ്കൂൾ വരുന്നത്. ഇത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യം, വിച്ച് ആർ ദി വാർഡ്സ് ദാറ്റ് ഹാവ് പാഡി കൾട്ടിവേഷൻ? പാഡി കൾട്ടിവേഷൻ ഉള്ള പഞ്ചായത്തുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് പാഡി ഫീൽഡിൻ്റെ സിമ്പിൾ എന്താണെന്നാണ്. ഇവിടെ തന്നിട്ടുണ്ട് ബോക്സിൽ, നോക്കിക്കേ. സോ നമുക്ക് നോക്കാം. 1-ാം വാർഡിലുണ്ട്, പിന്നെ 15-ാം വാർഡിലുണ്ട്, 13-ാം വാർഡിലുണ്ട്. സോ ഈ 3 വാർഡിലായിട്ടാണ് നമുക്ക് പാഡി ഫീൽഡ് വരുന്നത്. 1, 15, 13. ഓക്കെ.
അടുത്ത ചോദ്യം, ഇൻ വിച്ച് വാർഡ് ഈസ് ദ ഹോസ്പിറ്റൽ സിറ്റുവേറ്റഡ്? ഹോസ്പിറ്റൽ ഏത് വാർഡിലാണുള്ളത്? ആദ്യം ഹോസ്പിറ്റലിൻ്റെ സിമ്പിൾ എന്താണെന്ന് നോക്കിക്കുക. ഒരു പ്ലസ് ഉള്ള സിമ്പിളാണ്. നമുക്കിവിടെ ഒരു വാർഡിലെ ഹോസ്പിറ്റൽ കാണുന്നുള്ളൂ. സോ ബൗണ്ടറി ശ്രദ്ധിക്കണം, ബ്ലാക്ക് ലൈന് പോകുന്നതാണ് ബൗണ്ടറി. ഇവിടെ 5-ാം വാർഡിൻ്റെ ബൗണ്ടറി ഇങ്ങനെയാണ് വരുന്നത്. സോ 5-ാം വാർഡിലാണ് ഹോസ്പിറ്റൽ ഉള്ളത്. നമ്മുടെ ആൻസർ വാർഡ് ചോദ്യം, വിച്ച് ആർ ദി വാർഡ്സ് ത്രൂ ദി റിവർ ഫ്ലോസ്? റിവർ ഒഴുകുന്ന വാർഡുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിവറിൻ്റെ സിമ്പൽ വരുന്നത് ഒരു ബ്ലൂ ലൈനാണ്. സോ ഏതൊക്കെ വാർഡിലൂടെ പോകുന്നുണ്ട്? 15, 16, 6, 7, 8, 9, 10 എന്നീ വാർഡുകളിലൂടെയാണ് നമ്മുടെ റിവർ പാസ് ചെയ്യുന്നത്. സോ ഇതാണ് ആൻസേഴ്സ് വരുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് മാപ്പിൽ നോക്കിയാൽ മതി നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട്. ഏതാണോ ചോദിച്ചത് അതിൻ്റെ സിമ്പിൾ നോക്കുക. ഓരോ വാർഡിൻ്റെയും ബൗണ്ടറി അതിരുകൾ നോക്കാൻ മറന്നു പോകരുത്. എങ്കിലേ നമുക്ക് കറക്റ്റ് ആ ഒരു വാർഡിലാണെന്ന് തെറ്റിപ്പോവാതെ പറയാൻ പറ്റുള്ളൂ. സോ ബൗണ്ടറി ഇവിടെ സിമ്പിളിൽ ബ്ലാക്ക് ലൈനാണ് നമുക്കറിയാം. സോ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. സോ ഇതുപോലെ നിങ്ങൾക്ക് മറ്റൊരു മാപ്പ് തന്നിട്ട് ചോദിക്കാം. ആദ്യം സിമ്പിൾസ് നോക്കുക, അത് ഏത് വാർഡിലൊക്കെയാണ് വരുന്നത് നോക്കുക, എന്നിട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തേ. ഇവിടെ ഓരോ ബിൽഡിങ്സുകളും വാട്ടർ ബോഡീസ്, അതായത് പോൺസ്, റിവറൊക്കെ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ റിസോഴ്സ്, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, സാങ്ച്വറി മാപ്പൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ മാപ്പിലും കുറേ സിമ്പിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ തൊട്ട് മുൻപേ ഉള്ള പഞ്ചായത്തിൻ്റെ മാപ്പിൽ ഒരുപാട് സിമ്പിൾസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഇതിനാണ് നമ്മൾ ഇൻഡെക്സ് ഓഫ് മാപ്പ് എന്ന് പറയുന്നത്. ഈ സിമ്പിൾസും കാര്യങ്ങൾക്കാണ് ഇൻഡെക്സ് ഓഫ് മാപ്പ് എന്ന് പറയാം. നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഓരോ വാർഡിലെയും ഇതുപോലുള്ള ഫീച്ചേഴ്സ് ആണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 1-ാം വാർഡിൽ നോക്കിയാൽ കാണാം, അവിടെ പാഡി ഫീൽഡ് ഉണ്ട്, അതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഇനി 2-ാം വാർഡ് നോക്കിക്കേ, പഞ്ചായത്ത് റോഡുണ്ട്. ഈ റെഡ് ലൈൻസ് എന്താണ്? പഞ്ചായത്ത് റോഡാണ്. ഇനി ഫോറസ്റ്റ് ഉണ്ട് അല്ലേ? സോ ഗ്രീൻ കളർ കാണാം. സോ നമുക്ക് 2-ാം വാർഡിൽ ഫോറസ്റ്റ്, പഞ്ചായത്ത് റോഡ് എന്ന് എഴുതാം. 3-ാം വാർഡിലും പഞ്ചായത്ത് റോഡും ഫോറസ്റ്റും ആണുള്ളത്. ഇനി 4-ാം വാർഡിലും ഫോറസ്റ്റും പഞ്ചായത്ത് റോഡും തന്നെയാണുള്ളത്. 5-ാം വാർഡിൽ ഒരു ഹോസ്പിറ്റൽ വരുന്നുണ്ട്, പഞ്ചായത്ത് റോഡുണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. 6-ാം വാർഡിൽ റിവർ, ബ്ലൂ കളറിലുള്ളതാണ് റിവർ, അതുണ്ട്, പഞ്ചായത്ത് റോഡുണ്ട്, സ്കൂളുണ്ട്. 7-ാമത്തെ വാർഡിൽ റിവർ ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, പഞ്ചായത്ത് റോഡുണ്ട്. 8-ാമത്തെ വാർഡിലും റിവർ, ഫോറസ്റ്റ്, പഞ്ചായത്ത് റോഡ്, ഒരു സ്കൂള് വരുന്നുണ്ട്. നിങ്ങൾ ഇതേപോലെ ഓരോ വാർഡിലും എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. സോ ഇവിടെ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും മറ്റു പാഠഭാഗങ്ങളും നെക്സ്റ്റ് പാർട്ട് 3 ആക്കി അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പുതിയൊരു ചാനലാണ്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.